പോലീസ് നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്കും വകുപ്പിനും നിർണായക ഇടപെടൽ ഉണ്ടെന്ന വാർത്തകൾ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ശരണ്യയുടെ വാക്കുകളും വെളിയിൽ വരുന്നു. ആഭ്യന്തര വകുപ്പും മന്ത്രിയും അറിഞ്ഞാണ് കാര്യങ്ങൾ നടന്നത്. തന്നെ ക്രൂശിക്കുന്നു എന്നും അതോടൊപ്പം തന്നെ കുടുക്കിയതാണെന്നും ശരണ്യ വ്യക്തമാക്കുമ്പോൾ എന്താണ് ഈ സംഭവങ്ങൾക്ക് പിന്നിലെ പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ പ്രതികളുടെയും നിലപാട്? ആ റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ അമ്പലപ്പുഴ, തൃക്കുന്നപ്പുഴ, കനകക്കുന്ന്, കായംകുളം, കരിയിലക്കുളങ്ങര, ഹരിപ്പാട് സ്റ്റേഷനുകളിലായി 30-ലധികം പരാതികളാണ് നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന് മുന്നിലുള്ളത്. വ്യാജരേഖയുണ്ടാക്കി നിയമന ഉത്തരവ് നൽകിയും ആവശ്യക്കാരെ വിവിധ പോലീസ് ക്യാമ്പുകളിലെത്തിച്ച് ഉന്നതരുമായി സംസാരിച്ചും ഫോണിലൂടെ ഡിവൈഎസ്പി എന്ന് പരിചയപ്പെടുത്തിയുമാണ് ഉദ്യോഗാർത്ഥികളെ തട്ടിപ്പുകാർ വിശ്വസിപ്പിച്ചിരുന്നത്. 75,000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെയാണ് പലരിൽ നിന്നായി തട്ടിപ്പുകാർ വാങ്ങിയത്. അങ്ങനെ 3 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് മനസ്സിലാക്കിയ ചിലർ പണം തിരികെ ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയതോടെയാണ് തട്ടിപ്പിന്റെ രഹസ്യം പുറത്തുവരുന്നത്. പ്രശ്നം ഒതുക്കി തീർക്കാൻ പോലീസ് തിരക്കിട്ട ശ്രമവും തുടങ്ങി. ഇതിനെ തുടർന്ന് ഒരു ഘട്ടത്തിൽ 10 ലക്ഷം രൂപ പരാതിക്കാർക്ക് മടക്കി നൽകുകയും ചെയ്തു. എന്നാൽ തട്ടിപ്പ് വീണ്ടും തുടരുകയും ചെയ്തു. മുഖ്യപ്രതികളിലൊരാളായ ശരണ്യയ്ക്ക് ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പോലീസിലെ ഒരു വിഭാഗം തന്നെ വ്യക്തമാക്കുന്നു. ആഭ്യന്തര വകുപ്പിന്റെ സീലുകളും രേഖകളും എങ്ങനെ തട്ടിപ്പിന് ഉപയോഗിക്കാനായെന്ന ചോദ്യം ശക്തമാകുമ്പോൾ വ്യാജ സീലും രേഖകളും ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസ് ഭാഷ്യം. എന്നാൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും ഓഫീസിനും തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് ശരണ്യ കോടതിയിൽ രഹസ്യമൊഴി നൽകിയത്. യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഇടനിലനിന്ന് ആഭ്യന്തരമന്ത്രിയുമായി നേരിട്ട് കണ്ട് സംസാരിച്ചതനുസരിച്ചാണ് താൻ മുന്നോട്ടു പോയതെന്നാണ് ശരണ്യ വ്യക്തമാക്കുന്നത്. ശരണ്യയുടെ മൊഴി മാറ്റുന്നതിന് പലതരത്തിലുമുള്ള സമ്മർദ്ദം ശക്തമായിരിക്കെ തന്നെ ബലിയാടാക്കുന്നുവെന്നും ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ശരണ്യ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്. യെസ്, ഈ വിഷയത്തിൽ CPI നേതാവ് സത്യൻ മൊകേരി, BJP നേതാവ് അഡ്വക്കേറ്റ് JR പത്മകുമാർ, കോൺഗ്രസിൽ നിന്ന് R ചന്ദ്രശേഖരൻ, മാധ്യമ രാഷ്ട്രീയ നിരീക്ഷകൻ A സജീവൻ, ഇതോടൊപ്പം PC ജോർജ്, R ബാലകൃഷ്ണപിള്ള, ജോസഫ് പുതുശ്ശേരി എന്നീ അതിഥികളും ചേരുമ്പോൾ ആദ്യം ശരണ്യയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജയനിലേക്ക്. ജയൻ, പ്രോസിക്യൂഷൻ വാദം കൃത്യമാണ്. 3 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ്, ശരണ്യ മുഖ്യപ്രതി, നിയമനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം, പരാതികൾ നേരത്തെ റിപ്പോർട്ടിൽ കാണിച്ചതുപോലെ 30-ലധികം പരാതികൾ. എന്താണ് ഡിഫൻസ് വേർഷൻ? ശരണ്യ എന്താണ് പറയുന്നത്? അഡ്വക്കേറ്റ് ജയൻ. യെസ്, ജയനിലേക്ക് വരാം. JR പത്മകുമാർ, സത്യൻ മൊകേരി, R ചന്ദ്രശേഖരൻ, മറ്റുള്ളവരിലേക്ക് വരുന്നതിന് മുമ്പ് ചന്ദ്രശേഖരൻ, നേരത്തെ റിപ്പോർട്ടിൽ കാണിച്ചത് കൃത്യമാണ്. ശരണ്യ പറയുന്നു അവസാനം തന്നെ ഇരയാക്കി. അതാണ് ശരണ്യയുടെ വാദം. ഒരു കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് അതിനപ്പുറം ഇത്തരം വിഷയങ്ങളിൽ ആർജവത്തോടെ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെ പ്രതികരിക്കും? ഈ ഒരു സംഭവത്തെ നമ്മൾ അതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഉണ്ടായി വന്ന ഒരു പുതിയ സ്പോണ്ടേനിയസ് ആയിട്ട് പൊങ്ങി വന്ന ഒരു ആരോപണം എന്നുള്ളതിന് അപ്പുറം ഇതിന് യാതൊരു മെറിറ്റുമില്ല എന്ന് മാത്രമല്ല, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ രമേശ് ചെന്നിത്തലയെ അറിയാവുന്നവരാണ് കേരളീയ സമൂഹം. 35-38 വർഷക്കാലമായി പൊതുരംഗത്ത് നിൽക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഇതുപോലെ ഒരു തട്ടിപ്പുമായി ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കാനായി എന്തോ ഒരു പല തൽപര കക്ഷികൾ ചേർന്നുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചന എന്നുള്ള ഇതൊരു തമാശയായിട്ട് മാത്രമേ ആളുകൾക്ക് കാണാൻ കഴിയൂ. അദ്ദേഹത്തിന് ഈ രമേശ് ചെന്നിത്തലയുമായി കൃത്യമായി അതേ സീൽ അടക്കമുള്ളവ അവിടുന്ന് എങ്ങനെ പോയി എന്ന ചോദ്യം വരുമ്പോൾ വേണുവിൻ്റെ സാന്നിധ്യം, രമേശ് ചെന്നിത്തലയെ നേരിട്ട് കണ്ട സാന്നിധ്യം, അങ്ങനെ വരുന്നത് കൊണ്ടാണ് താങ്കൾ ഈ ശരണ്യ പറയുന്നത് തന്നെ ബലിയാടാക്കിയെന്ന്. ദയവായി താങ്കൾ തുടരുക. ചില സാങ്കേതിക പ്രശ്നങ്ങൾ താങ്കളുടെ ടെലിഫോണിൽ ഉണ്ടെങ്കിലും ഈ ഡിസ്കഷൻ കൃത്യമായി കേൾക്കുക. ഞങ്ങളോടൊപ്പം തുടരുക അല്പസമയം കൂടി. സത്യൻ മൊകേരി, വേർഷൻ ഇതാണ്. ഏതു തരത്തിൽ പ്രതിപക്ഷം ഇതിനെ കാണും? ഇതൊരു ഗൗരവമായ വിഷയമാണല്ലോ. കാരണം ശ്രീമതി ശരണ്യ ഹരിപ്പാട് മജിസ്ട്രേറ്റിന് മുമ്പേ നൽകിയ ഒരു മൊഴി, അതാണ് ഇപ്പം ചർച്ചാ വിഷയം. അത് പത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് നൈസൽ എന്ന് പറയുന്ന കാർത്തികപ്പള്ളി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റ്, ഉത്തരവാദപ്പെട്ട ആളാണ്.
അതുപോലെ തന്നെ മന്ത്രിയുടെ സ്റ്റാഫ്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സ്റ്റാഫ് വേണു എന്ന് അറിയപ്പെടുന്ന ആൾ, ഇവർ രണ്ടുപേർക്കുമെതിരായി മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് കൂടുതൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നില്ല, എന്താ അതിൻ്റെ അന്വേഷണം പോലീസ് നടത്തുന്നില്ല? ആ മൊഴിയെ തുടർന്ന് ശ്രീ നൈസലിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകണം. മൊഴി മജിസ്ട്രേറ്റിന് മുമ്പാകെ രേഖപ്പെടുത്തിയ മൊഴിയാണ്. ആ മൊഴിക്കകത്ത് നൈസലിനെതിരെ ഇപ്പോൾ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇല്ല, അതാണ് കേസ്. അതാണ് ആ മൊഴി നൈസലിൻ്റെ പേരിൽ രേഖപ്പെടുത്തിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷണം നടത്തേണ്ടതാണ്, FIR ഇടേണ്ടതാണ്. അതേപോലെ തന്നെ വേണു ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സ്റ്റാഫിലുള്ള ആളാണ് വേണു. എന്തുകൊണ്ട് ഈ അന്വേഷണം നടത്താൻ തയ്യാറാകുന്നില്ല? അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ അതിന് മുകളിലുള്ള പലരും ഇതിൽ ഉൾപ്പെട്ടേക്കുമെന്ന് ഭയന്നുകൊണ്ട് ഈ കേസ് തേച്ചുമാച്ച് കളയാനാണ് ശ്രമിക്കുന്നത്. എനിക്കൊരു ചോദ്യം കൂടെ ഉള്ളത്, ഇത്തരത്തിൽ നിൽക്കുമ്പോൾ വേണുവിന്റെ പേര് വരുന്നു, നൈസലിന്റെ പേര് വരുന്നു, ഇവരൊക്കെ ആഭ്യന്തരമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ 3 കോടിയാണ് ഇതിൽ പറയുന്നത്. കോടികളുടെ കണക്കല്ല. ഈ സർക്കാരിന്റെ കാലത്തെടുത്തു കഴിഞ്ഞാൽ സോളാർ കേസ് ആയി കഴിഞ്ഞാൽ, ബാർ കേസ് ആയി കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ഏറ്റവും അതിപ്രാധാന്യമായ ഒരു കേസ് എന്ന അഭിപ്രായം പ്രതിപക്ഷത്തിനുണ്ടോ? മാധ്യമങ്ങൾ അങ്ങനെ കാണുന്നുണ്ട്, ഒരു മാധ്യമപ്രവർത്തന എന്ന രീതിയിൽ ഞാനടക്കം. ഏറ്റവും ഗൗരവമായ വിഷയമാണിത്. കാര്യം എന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം വിവിധ മന്ത്രിമാർക്കെതിരായി ഗുരുതരമായ ആരോപണങ്ങൾ വളർന്നു വന്നപ്പോൾ ആ ആരോപണങ്ങളെല്ലാം തന്നെ എനിക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള ശ്രീ ചന്ദ്രശേഖരൻ പറഞ്ഞ മാതിരി ഇതൊക്കെ തന്നെ ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബോധപൂർവ്വം ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളല്ല. നേരത്തെ സോളാർ കേസായാലും മറ്റ് അഴിമതി കേസുകളായാലും അതിനകത്ത് സ്പെസിഫിക് ആയ കാര്യങ്ങളുണ്ട്. ഇപ്പം ശ്രീ കെ മാണിക്ക് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് ഗൗരവമായ വിഷയമാണ്. ഈ കേസിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷണം നടത്തണം. കേസ് രജിസ്റ്റർ ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാകണം. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നതിന് പകരം ശരണ്യയെ ഈ കേസിൽ നിന്ന് പിൻവലിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ശരണ്യെ കേസിൽ നിന്ന് പിൻവലിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ശരണ്യെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒരുപക്ഷെ അതിന്റെ വേർഷനായിരിക്കും നമ്മൾ അവരുടെ തന്നെ വാക്കുകൾ കേട്ടത്, ഞാൻ പിന്മാറില്ല. അതെ, അവരെ ഭയപ്പെടുത്തിയിട്ടും അവർ ഈ സത്യം തുറന്നു പറയാം. കാരണം അവർ ഇതിനകത്ത് ട്രാപ്പിൽപ്പെടുത്തിയിട്ടുണ്ട്. അവരിനകത്ത് കുടുക്കി കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് പുറത്ത് കിടക്കാൻ കഴിയുന്നില്ല. കാരണം വെച്ചാൽ അവരെ ഇതിനകത്ത് വലിച്ചിഴക്കപ്പെട്ടു, അവരെ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു, പലരെയും വഞ്ചിച്ചു. അതുകൊണ്ട് തന്നെ അവർ ഈ സത്യം പറയാൻ നിർബന്ധിതമായി. അത്തരത്തിൽ സത്യം പറയുമ്പോൾ JR പത്മകുമാർ നേരത്തെ ചന്ദ്രശേഖരൻ പറയുന്നതനുസരിച്ച് ഇതൊക്കെ ഒരു ഗൂഢാലോചനയാണ്. ഇവിടെ ഏറ്റവും ഉയരുന്ന കാര്യം വേണു, അതോടൊപ്പം നൈസൽ അടക്കമുള്ളവർ പുറത്തു നിൽക്കുന്നു. ആരോപണം ഇത്രയും കൃത്യമായി വരുമ്പോൾ, അതിൻ്റെ എവിഡൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പോലീസിന് സത്യൻ മൊകേരി പറയുന്നതനുസരിച്ച് ആർജവത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല? സോളാറും ബാറും അടക്കം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ചന്ദ്രശേഖരൻ പറയും പോലെ ചെന്നിത്തലയും ആഭ്യന്തര വകുപ്പിനെ അങ്ങ് മഹത്വവൽക്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിൽ എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഉണ്ടായിട്ടുള്ള അഴിമതി കേസുകളെല്ലാം അട്ടിമറിച്ചത് ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ടാണ്. സോളാർ കേസിൽ സത്യം പുറത്തു വരാൻ സംബന്ധിച്ചില്ല. നമ്മുടെ ബിജു രാധാകൃഷ്ണനെ പുറത്തു വരാതെ അകത്തിട്ട് കേസ് തീരുന്നതുവരെ അകത്തിട്ട് വേറൊരു കേസിൽ പെടുത്തി ജയിലിനകത്താക്കി. അതുപോലെ മറ്റു ഓരോ കേസുകൾ, ബ്ലാക്ക് മെയിൽ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഉപയോഗിച്ച് ഈ കേസുകളെല്ലാം അട്ടിമറിച്ചത് ആഭ്യന്തര വകുപ്പാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയില്ല. രമേശ് ചെന്നിത്തല ഇതിൽ ഇടപെട്ടില്ല എന്നുള്ളതല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഇത്തരം അഴിമതിയും ആരോപണങ്ങളും സ്വജനപക്ഷപാതവും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെതിരായി ശക്തമായ ഒരു നിലപാടെടുക്കുകയാണ് ഒരു പ്രബുദ്ധമായ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്.